കോടിയിലധികം ആളുകളുടെ വിശ്വാസവും മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന് പിന്നിലെ പ്രേരക ശക്തിയുമായ ഇസ്ലാം എങ്ങനെ വികസിച്ചു? അത് അന്ത്യകാല പ്രവചന സംഭവങ്ങളെ എങ്ങനെ ബാധിക്കും? യുഗത്തിന്റെ അവസാനത്തോടെ അടുക്കുമ്പോൾ, പ്രവചനം വേഗത്തിലാകുമ്പോൾ ഇസ്ലാമിനെ കുറിച്ചുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്കിൽ മുസ്ലിം പ്രതിഷേധക്കാർ യഹൂദ രാഷ്ട്രത്തിന്റെ നാശത്തിന് ആഹ്വാനം ചെയ്യുന്നു. മുസ്ലിമുകളും യഹൂദന്മാരും ഒരുപോലെ ആദരിക്കുന്ന ടെമ്പിൾ മൗണ്ടിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ കൊല്ലപ്പെടുന്നു. സമാധാനം എന്നതിൻ്റെ അറബി പദമാണ് സലാം. അബ്രഹാമിന്റെ വംശപരമ്പര അവകാശപ്പെടുന്നതും ലോകമെമ്പാടും 1 ബില്യണിലധികം അനുയായികളുള്ളതുമായ ഒരു മതത്തിന്റെ പേരാണ് ഇസ്ലാം. എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനിടയിൽ വാർത്താ റിപ്പോർട്ടുകൾ ഇസ്ലാമിനെ സമാധാനത്തേക്കാൾ അക്രമവുമായി കൂടുതൽ ബന്ധപ്പെടുത്തുന്നു. അമേരിക്കയിലും മറ്റ് ബ്രിട്ടീഷ് വംശജരായ രാജ്യങ്ങളിലും ഇസ്ലാം പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേറ്റ് ബ്രിട്ടനിൽ 39 ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ താമസിക്കുന്നു. അമേരിക്കയിൽ 3.25 ദശലക്ഷത്തിലധികം അമേരിക്കൻ മുസ്ലിങ്ങൾ താമസിക്കുന്നു. ഒരു ചെറിയ ഭാഗം മാത്രമേ അറബ് വംശജരുള്ളൂ. പലരും പുതുതായി മതം മാറിയവരാണ്. അവരിൽ ഭൂരിഭാഗവും വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ്. ആഗോള ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗമെന്ന നിലയിൽ 1.8 ബില്യണിലധികം അനുയായികളെ അവകാശപ്പെടുന്ന ഒരു ആഗോള പ്രതിഭാസമാണ്. അവരുടെ മതം പഠിപ്പിക്കുന്നത് പോലെ ഭക്തരായ മുസ്ലിങ്ങൾ മരണശേഷം സ്വർഗീയ പർദീസയിലേക്ക് പോകുമോ? പല മുസ്ലിങ്ങൾ അല്ലാത്തവർ വിശ്വസിക്കുന്നത് പോലെ അവർ എന്നേക്കുമായി അഗ്നി നരകത്തിൽ കത്തിയെരിയുമോ? അതോ ദൈവം അവർക്കായി മറ്റെന്തെങ്കിലും പദ്ധതി ഇട്ടിട്ടുണ്ടോ? അറേബ്യയുടെ മരുഭൂമികളിൽ നിന്ന് അമേരിക്കയുടെ ഹൃദയഭാഗത്തിലേക്ക് വളർന്ന ഈ മതം പ്രവചിക്കപ്പെട്ട അന്ത്യകാല സംഭവങ്ങളെ എങ്ങനെ ബാധിക്കും?